മധ്യപൂർവേഷ്യയുടെ ദിനരാത്രങ്ങളെ സംഭ്രമത്തിലും ആശങ്കയിലും ആഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു വർഷവും 3 മാസവുമായി നീണ്ടുനിന്ന ഇസ്രായേൽ-ഹമാസ് യുദ്ധത്തിന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവസാനമാകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുമ്പ് ഇസ്രായേല്യ ബന്ദികളെ മുഴുവനും വിട്ടയക്കണമെന്നുള്ള ഉഗ്രശാസന ട്രംപ് ഹമാസിന് നൽകിയിരുന്നു. തീവ്രവാദികളുമായി ഒരു ഒത്തുതീർപ്പിനും വഴിപ്പെടാത്ത ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ സമാധാനകാംക്ഷികളായ ലോകരാഷ്ട്രങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുന്ന അന്തരീക്ഷം സംജാതമായപ്പോൾ ഇനിയും മണ്ണിനടിയിൽ പോകാതെ ശേഷിക്കുന്ന ഹമാസന്മാർ തുർക്കിയെ മുൻനിർത്തി നടത്തിയ ചർച്ചകൾ ഫലപ്രദമായതോടെയാണ് പരസ്പര ധാരണകൾ ഏകദേശ സമന്വയത്തിൽ എത്തിയത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ അന്തിമ കരട് രൂപം മധ്യസ്ഥർ ഇസ്രായേലിനും ഹമാസിനും നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതിനിധിയായ ബ്രെറ്റ് മഗുർക്കും സ്ഥാനമേൽക്കാൻ പോകുന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഡെലിഗേറ്റായ സ്റ്റീവ് വിറ്റ്കോഫ് അടക്കമുള്ളവരുമാണ് ദോഹ കേന്ദ്രമായി നടന്ന സമവായ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത്. കൂടാതെ ഇസ്രായേൽ ചാര ഏജൻസികളായ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും തലവന്മാരും ഖത്തർ പ്രധാനമന്ത്രിയും ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവിടെ ബൈഡന്റെയും ട്രംപിന്റെയും വ്യത്യസ്തമായ നിലപാടുകൾ നിർണായകമാവുക തന്നെ ചെയ്യും. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് അജണ്ടകൾക്കനുസൃതമായി പ്രവർത്തിച്ച ബൈഡൻ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന് കാര്യമായ പിന്തുണയൊന്നും നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇസ്രായേലിന് കൂച്ചുവിലങ്ങിടുന്ന നടപടികളായിരുന്നു കൈക്കൊണ്ടത്. എന്നാൽ പശ്ചിമേഷ്യയിൽ അസമാധാനത്തിന്റെ അഗ്നിപർവ്വതമായി കത്തിനിന്ന് ഗാസ യുദ്ധത്തെ ശമിപ്പിച്ച് സമാധാനത്തിന്റെ വക്താവായി പടിയിറങ്ങാനുള്ള നീക്കങ്ങളും ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അണിയറയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ബന്ദികളെ റിലീസ് ചെയ്യുകയും വെടിനിർത്തൽ നടപടിയാവുകയും ചെയ്താലും ഇപ്പോൾ തടവറയിലുള്ള 90 ബന്ദികൾ മുഴുവൻ ഇസ്രായേലിൽ എത്തിയില്ലെങ്കിൽ അതിനോടുള്ള ഇസ്രായേലിന്റെയും തീവ്രവാദികളോട് കട്ടക്കലിപ്പുള്ള പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും പ്രതികരണം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. വെടിനിർത്തലിനൊപ്പം കലാപക്കെടുതിയിൽപ്പെട്ടവർക്ക് സഹായം നൽകുന്ന പാക്കേജുകൾ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പാലസ്തീൻ പുനർനിർമ്മിതിക്ക് കനത്ത തുക ഇസ്രായേൽ നഷ്ടപരിഹാരമായി നൽകേണ്ട സാഹചര്യമുണ്ടായാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഏതായാലും മറ്റ് തടസ്സങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരുമെന്നാണ് വിവരങ്ങൾ. എന്തായാലും ഇക്കാര്യത്തിൽ അടുത്ത മണിക്കൂറുകൾ അങ്ങേയറ്റം നിർണായകമായിരിക്കും. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തങ്ങളെ വിട്ട് അജ്ഞാത കേന്ദ്രത്തിൽ തടവുകാരായി പാർക്കുന്ന ബന്ദികളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ടെൽ അവീവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ഘട്ടമായിട്ടായിരിക്കും ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഹമാസിന് കീഴടങ്ങുന്ന കരാറിലെ ക്ലോസുകൾ ഭൂരിപക്ഷം ജൂതന്മാരും അംഗീകരിക്കുന്നില്ല. ഏതായാലും പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും.